Welcome back to Learning Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീമിലെ ട്രിഗ്നോമെട്രി പാർട്ട് 2. ഓക്കെ, +1 ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പാർട്ട് 2 ആണ് കേട്ടോ, സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതേപോലെ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ പീരിയോഡിസിറ്റി എന്താണ്, പിന്നെ റിഡക്ഷൻ ഫോർമുല, പിന്നെ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഗ്രാഫ്സ്, അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, അങ്ങനെ കുറച്ച് ഒരു 6 ഫംഗ്ഷൻസിന്റെ ഗ്രാഫ്സ്, പിന്നെ അതിന്റെ റിഡക്ഷൻ ഫോർമുല, പിന്നെ കുറച്ച് ഐഡന്റിറ്റീസും. ഓക്കെ, സോ ലെറ്റ് us start. പീരിയോഡിക് ഫംഗ്ഷൻസ്. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ പീരിയോഡിക് ആവുന്നത് എപ്പോഴാണ്? അതിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം കഴിഞ്ഞാൽ സെയിം തന്നെ റെപ്പിറ്റേഷൻ വരും. ഓക്കെ, റിപ്പീറ്റഡ് ആവും. അപ്പോൾ അതിനെയാണ് പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. A function that repeats its value at regular intervals of time or periods. അപ്പോൾ ആ റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈമിനെയാണ് നമ്മൾ പീരിയഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം അല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും, അതിന്റെ വാല്യൂ സെയിം വാല്യൂ തന്നെയാണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനെ പറയുന്നതാണ് പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ, ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു വേവ്സ് ഇസ് നോൺ ആസ് എ പീരിയഡ്. അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് വേവ്സ് ഇല്ലേ, ആ രണ്ട് വേവ്സിനും തമ്മിലുള്ള ടൈം ഡിഫറൻസ്, ഓക്കെ, ആ ടൈം ഇന്റർവൽ, അതിനെയാണ് ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? A function f of x is said to be periodic if f of x plus t is equal to f of x. Okay, f of x plus t is equal to f of x ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ f of x നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? പീരിയോഡിക് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ എവറി ഇന്റർവൽ ഓഫ് t. ഈ t എന്ന് പറയുന്നതാണ് ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? The function f of x repeats all of its values. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് പീരിയോഡിക് ആവുന്നത് എപ്പോഴാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് ടി എന്ന് പറയുന്ന പർട്ടിക്കുലർ ടൈം ഇന്റർവൽ കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെയാണ് നമ്മൾ പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന്. ഇനി പീരിയോഡിസിറ്റി ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. എന്താണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിപ്പിറ്റേഷൻ ഓഫ് എനി ഫംഗ്ഷൻ ഇസ് കോൾഡ് ദ പീരിയഡ് ഓഫ് ഫംഗ്ഷൻ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു പീരിയഡ്, ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവൽ അല്ലെങ്കിൽ പീരിയഡ് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആവും പറഞ്ഞു. ഓക്കെ, ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ടൈം ഇന്റർവൽ, റിപ്പീറ്റഡ് ആവുന്ന രണ്ട് വേവ്സ് തമ്മിലുള്ള ടൈം ഡിഫറൻസ്, അതിനെയാണ് പീരിയഡ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പീരിയഡ് എന്ന് പറയുന്നത് ഫോർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ കേസിൽ ഇതിപ്പോ നമ്മൾ കോമൺ ആയിട്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പീരിയോഡിക് ആവണമെങ്കിൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ കേസിൽ ലെങ്ത് ഓഫ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഇസ് നോൺ ആസ് എ പീരിയഡ്. ഓക്കെ, ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ? ലെങ്ത് ഓഫ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഇറ്റ് ഇസ് നോൺ ആസ് എ പീരിയഡ്. ക്ലിയർ ആയോ? ഇനി ആംപ്ലിറ്റ്യൂഡ്, അതായത് ഈ ടേംസ് അറിഞ്ഞിരിക്കുക. ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ കേസിൽ പീരിയോഡിക് ആണെങ്കിൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് പീരിയഡ് ടി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വൺ കംപ്ലീറ്റ് സൈക്കിൾ, ആ വേവ് ഫോമിന്റെ വൺ കംപ്ലീറ്റ് സൈക്കിളിന്റെ ലെങ്ത്, ഓക്കെ, ആ ടൈം പീരിയഡ്, അതിനെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഇനി ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിഡിൽ പോയിന്റ് ടു ദ ഹയസ്റ്റ് ഓർ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ മിഡിൽ പോയിന്റ് again up to the highest or up to the lowest point. ക്ലിയർ ആയല്ലോ? അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മിഡിൽ പോയിന്റ് എന്ന് ഏത് ഹയസ്റ്റിലേക്ക് അല്ലെങ്കിൽ ലോവസ്റ്റിലേക്ക് ആ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, അതിനെയാണ് നമ്മൾ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എ. ഇനി പീരിയഡ് എന്ന് പറയുന്നത് രണ്ട് റിപ്പീറ്റഡ് ആയി വരുന്ന വേവ് ഫോംസിന് തമ്മിലുള്ള ടൈം പീരിയഡ് പറയില്ല. അപ്പൊ ഇത്രയും ആണ് പീരിയഡ് ടി എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡ് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിപ്പീറ്റഡ് വേവ് ഫോം തന്നെയാണ് കിട്ടുക. ഇനി സൈൻ ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് 2πn വിൽ ബി ഈക്വൽ ടു സൈൻ ആൽഫ, വേർ പീരിയഡ് ഓഫ് സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2π ഓർ 360 ഡിഗ്രി ആണ്. ഇത് അറിഞ്ഞിരിക്കുക. അതായത് സൈൻ ഫംഗ്ഷന്റെ പീരിയോഡിസിറ്റി ആണ് പറയുന്നത് സൈൻ ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് 2πn. ഓക്കെ, 2nπ എന്ന് പറയാം. ദിസ് ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ, അതായത് സെയിം ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റഡ് ആയി വരും. എപ്പോ അതിന്റെ പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്? 2π ആണ്. അതിന്റെ മീനിങ് എന്താ? ആഫ്റ്റർ ടൈം പീരിയഡ് ഓഫ് 2π സെയിം ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അതേപോലെ തന്നെ cos ആൽഫ പ്ലസ് ഓർ മൈനസ് 2π എന്താ വരിക? cos ആൽഫ തന്നെയാണ്. വേർ ദ പീരിയഡ് ഇസ് 2π or 360. ദാറ്റ് മീൻസ് സെയിം, സിമിലർ ടു sin π, cos π, the function cos π also repeats after the time period 2π. ഇനി നെക്സ്റ്റ് tan ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് nπ. അത് ടാൻ ആൽഫ തന്നെയാണ്. ബട്ട് പീരിയഡ് എന്താ വരുന്നത്? പൈ ആണ്. 2π അല്ല, പൈ ആണ്. അത് മാത്രം ശ്രദ്ധിക്കുക. സൈൻ ആൻഡ് കോസിന്റെ പീരിയോഡിസിറ്റിയിൽ പീരിയഡ് എന്ന് പറയുന്നത് 2π ആണ്. കോട്ടും ടാനൊക്കെ വരുമ്പോൾ ജസ്റ്റ് പൈ ആണ്. ക്ലിയർ ആയോ? ജസ്റ്റ് ഹാഫ് ആണ്, പൈ ആണ്. ഇപ്പൊ പൈ എന്ന് പറയുന്ന ഇന്റർവൽ കഴിഞ്ഞിട്ടാണ് ആ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കോട്ട് ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് nπ എന്ന് പറയുന്നത് കോട്ട് ആൽഫ തന്നെയാണ്. വേറെ പീരിയഡ് എന്ന് പറയുന്നത് എന്താ? പൈ ഓർ 180 ഡിഗ്രി. പൈ എന്ന് പറയുന്ന ടൈം പീരീഡ് കഴിഞ്ഞാൽ
പൈ എന്ന് പറയുന്ന ടൈം പീരീഡ് കഴിഞ്ഞാൽ അത് സെയിം വാല്യൂ തന്നെ സെയിം വേവ് ഫോം റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇനി നമുക്ക് ഗ്രാഫ്സ് നോക്കാം. ഓരോ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ, കോസ്, പിന്നെ സീക്, കൊസീക് ആൻഡ് ടാൻ, കോട്ട്. ഇവിടെ സൈൻ ഫംഗ്ഷൻ ഫസ്റ്റ് ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കൂ. y is equal to sin x. y എന്ന് പറയുന്ന ഫംഗ്ഷൻ is equal to sin x. അപ്പൊ സൈൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഇന്റർവെൽ എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. -1 1. ഓക്കെ, ഇതാണ് നമുക്ക് ടൈം ഇന്റർവെൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമുക്ക് വൈഡ് റേഞ്ച്, അതായത് ഈ കംപ്ലീറ്റ് ആംപ്ലിറ്റ്യൂഡിന്റെ റേഞ്ച് ആണ് തന്നിരിക്കുന്നത് -1 to 1. ഓക്കെ, അപ്പൊ ഈ മിഡിൽ പോയിന്റ് ഏതർ ടു ഹയസ്റ്റ് ഓർ മിഡിൽ പോയിന്റ് ഏതർ ടു ലോവസ്റ്റ്, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഫ്രം മിഡിൽ പോയിന്റ് ടു അപ്പർ പോയിന്റ്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പീക്ക് വാല്യൂ എന്ന് പറയില്ല, അതേപോലെ തന്നെ ജസ്റ്റ് മിഡിൽ പോയിന്റ് ടു ലോവസ്റ്റ് വാല്യൂ, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് -1 to 1 ആണ് ഇവിടെ റേഞ്ച് തന്നിരിക്കുന്നത്. ഇനി സൈൻ എക്സ് ആണ് ഇവിടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ വേവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ, അത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരും. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു വേവ് ഫോം, ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ തൊട്ട് ഫ്രം 0 to 2π. ഓക്കെ, ഈ ഒരു റേഞ്ച് ആണ്. നമുക്കറിയാം പീരിയഡ് ഓഫ് സൈൻ ഫംഗ്ഷൻ എന്താ 2π ആണ്. അപ്പൊ 2π 0 to 2π വരെ സൈൻ വേവ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആണ്. ആഫ്റ്റർ 2π അഗെയിൻ ദ സെയിം ഫംഗ്ഷൻ റിപ്പീറ്റ്സ്, സെയിം വേവ് ഫോം തന്നെ റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ കൊസൈൻ ഫംഗ്ഷൻ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 0 to 2π അല്ല, അതായത് 2π ആണ് പീരിയഡ് വരുന്നത്. 2π കഴിഞ്ഞാൽ അഗെയിൻ വേവ് ഫോം റിപ്പീറ്റഡ് ആവും. അപ്പൊ ഇവിടെയും അഗെയിൻ -1 to 1 തന്നെയാണ് റേഞ്ച് തന്നിരിക്കുന്നത്. അപ്പൊ -1 to 1 ആൻഡ് 0 to 2π അല്ലെ. അപ്പൊ 0 to 2π റിപ്പീറ്റ്, 0 to എന്ന് പറയാൻ കാരണം 2π വരെ റിപ്പീറ്റഡ് ആവും. അഗെയിൻ 2π to 4π സെയിം തന്നെ വരും, അങ്ങനെ. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് 2π ആണ് ടൈം ഇന്റർവെൽ വരിക. അഗെയിൻ അത് കഴിഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് വരും. നെക്സ്റ്റ് വൺ ടാൻജന്റ് ഫംഗ്ഷൻ. y is equal to tan x, where x is not equal to 2n plus 1 into pi by 2n or 2k. Okay, 2k plus 1 into pi by 2, where ഇവിടെ റേഞ്ച് വന്നിരിക്കുന്നത് -∞ ലെസ് ദാൻ ഈക്വൽ ടു tan x ലെസ് ദാൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. -∞ to ഇൻഫിനിറ്റി ആണ് റേഞ്ച് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എക്സിന്റെ വാല്യൂ ഒരു കണ്ടീഷൻ ഉണ്ട്, x is not equal to 2k plus 1 into pi by 2. കെയുടെ വാല്യൂസ് പറയുന്നത് നോർമൽ വാല്യൂസ്. അപ്പൊ കെയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2k plus 1 times pi by 2 എന്ന് പറയുന്ന വാല്യൂ ആവാൻ പാടില്ല എക്സ്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ റേഞ്ച്, അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താ, ടാനിന്റെയും കോട്ടിന്റെയും ഒക്കെ പൈ ആണ് അല്ലെ. അപ്പൊ പൈ ആണ് ടോട്ടൽ ഇന്റർവെൽ ടൈം പീരീഡ് വരിക. അത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വരും. സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് അഗെയിൻ ഈ ഒരു ടൈം ഇന്റർവെൽ ആണ് പൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അഗെയിൻ സെയിം തിങ് റിപ്പീറ്റഡ് ആയിട്ട് വരും. സെയിം വേവ് ഫോം തന്നെ എല്ലാ ഫംഗ്ഷൻസ് ഓഫ് എക്സിലും റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ അഗെയിൻ സെയിം ഇവിടെയും നോക്കിയാൽ അറിയാം, ദാറ്റ് ഇസ് പൈ ആണ് ഒരു റിപ്പീറ്റഡ് വേവ് ഫോം, രണ്ട് വേവ് ഫോംസ് തമ്മിലുള്ള ആ ഒരു ടൈം പീരീഡ്. അതുപോലെ തന്നെ കോട്ട് ഫംഗ്ഷന്റെ എങ്ങനെ വരാം, y is equal to cot x, x is not equal to k pi. നേരത്തെ പറഞ്ഞു 2k plus 1 into pi by 2, അതില് ആ ഒരു വാല്യൂ ആവാൻ പാടില്ല. ഇവിടെയും അതുപോലെ x not equal to k pi ആണ്, k pi ആയിരിക്കില്ല. ബാക്കി നമ്മുടെ റേഞ്ച് വാല്യൂ ഒക്കെ തന്നിരിക്കുന്നത് -∞ to ഇൻഫിനിറ്റി തന്നെയാണ്. അഗെയിൻ ഡിസ്റ്റൻസ് എന്താ വരിക, ടൈം പീരീഡ് എന്താ വരിക, പൈ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ സീക്ക് ഫംഗ്ഷൻ. സീക്ക് ഫംഗ്ഷന്റെ വേവ് ഫോം അഗെയിൻ സീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സീക്ക് എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് 1/cos അല്ലെ. അപ്പൊ റെസിപ്രോക്കൽ ഓഫ് കോസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ y is equal to sec x. ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്, 2k plus 1 into pi by 2 ആവില്ല. ഓക്കെ, നോട്ട് ഈക്വൽ ടു 2k plus 1 into pi by 2. ടോട്ടൽ ഇന്റർവൽ എന്തായിരിക്കും, -pi by 2 to 3pi by 2 ആണ് ഇവിടെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ. അതായത് ആഡ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഓക്കെ, ജസ്റ്റ് അപ്പൊ നമുക്ക് ടോട്ടൽ, അതായത് നമുക്ക് ആ ഒരു ഡിഫറൻസ്, രണ്ട് വേവ് ഫോം തമ്മിലുള്ള റിപ്പീറ്റഡ് വേവ് ഫോം തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ അറിയാം, നമുക്ക് 2π ആണ് പീരീഡ് വരിക. ഓക്കെ, ടൈം പീരീഡ്. നെക്സ്റ്റ് കൊസീക് ആണ്, 1/sin ആണ്. സോ കൊസീക് y is equal to cosec x ല് x not equal to k pi ആണ്. ഈ കണ്ടീഷൻ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഗ്രാഫ്സും. അപ്പൊ ഇവിടെ ഇതില് അഗെയിൻ ഈ ഒരു കംപ്ലീറ്റ് 1 സൈക്കിൾ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും കൊസീക് എന്ന് പറയുമ്പോൾ 1/sin ആണ് അല്ലെ. അപ്പൊ 2π തന്നെയാണ്. അഗെയിൻ ആഫ്റ്റർ 2π റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇനി വാല്യൂ ഓഫ് t ഫംഗ്ഷൻസ് ഫോർ സം പെർട്ടിക്കുലർ ആംഗിൾസ്.
നമുക്ക് ആംഗിൾസ് ഒരു സ്പെസിഫിക് ആംഗിൾസ് നമുക്ക് ഒരു പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് ആംഗിൾസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സൈൻ കോസ് കോട്ട് ടാൻ ഫംഗ്ഷൻസിൽ അതിന്റെ വാല്യൂസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, എപ്പോഴാണെങ്കിലും പ്രോബ്ലംസിൽ എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ആംഗിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എല്ലാ ആംഗിൾസും തന്നിട്ടില്ല. എപ്പോഴും കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഈ ആംഗിൾസിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ വാല്യൂസ് എന്താണെന്ന് നോക്കാം. സൈൻ കോസ് ടാൻ കോട്ട് സീക് കൊസീക്. ഓക്കെ, ഇപ്പൊ സൈൻ ഫംഗ്ഷന്റെ കേസിൽ 0 ഡിഗ്രി, ഇപ്പൊ ഡിഗ്രിയിലും റേഡിയൻസിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ആംഗിൾ അല്ലെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഡിഗ്രീസിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ റേഡിയൻസിലാണെങ്കിൽ എങ്ങനെ എഴുതുക? ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. റേഡിയൻസിലാണെങ്കിൽ 0 എന്ന് പറയുന്നത് 0 തന്നെ. 30 എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യുക റേഡിയൻസിൽ? അപ്പോൾ പൈ ഡിവൈഡ് ബൈ 6. ഇനി 45 എന്ന് പറയുന്നത് പൈ ബൈ 4, 60 എന്ന് പറയുന്നത് പൈ ബൈ 3 ആൻഡ് 90 എന്ന് പറയുന്നത് പൈ ബൈ 2. ഓക്കെ, അപ്പൊ രണ്ടിലും അറിഞ്ഞിരിക്കുക. ഡിഗ്രീസ് ആണെങ്കിലും റേഡിയൻസ് ആണെങ്കിലും കൺവേർഷൻ ഫോർമുല എല്ലാം പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ആണെങ്കിൽ 0 ഡിഗ്രി 0 റേഡിയൻസ്, 30 ഡിഗ്രി പൈ ബൈ 6 റേഡിയൻസ്, 45 ഡിഗ്രി പൈ ബൈ 4 റേഡിയൻസ്, 60 ഡിഗ്രി പൈ ബൈ 3 റേഡിയൻസ് ആൻഡ് 90 ഡിഗ്രി പൈ ബൈ 2 റേഡിയൻസ്. അപ്പൊ ഇവിടെ ഓരോ ഫംഗ്ഷൻസിന്റെ വാല്യൂസ് അറിഞ്ഞിരിക്കുക. അപ്പൊ സൈൻ തീറ്റയില് തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഇസ് സൈൻ 0 വിൽ ബി 0, സൈൻ പൈ ബൈ 6 അല്ലെങ്കിൽ സൈൻ 30 1/2 ആണ്, സൈൻ 45 അതായത് 1/√2, സൈൻ 60 is √3/2 ആൻഡ് സൈൻ 90 is 1. അതേപോലെ കോസിന്റെ cos 0 1, cos 30 √3/2 അല്ലെങ്കിൽ cos പൈ ബൈ 6 എന്നും പറയാം. ഈ cos പൈ ബൈ 4 1/√2, cos പൈ ബൈ 3 1/2 ആൻഡ് cos 90 is 0. ഇനി ടാൻ തീറ്റയുടെ കേസിലാണെങ്കിൽ ടാൻ 0 0, tan 30 is 1/√3, tan 45 is 1, tan 60 √3 and tan 90 is infinity അല്ലെങ്കിൽ not defined. Okay, ഈ not defined ആയിട്ടുള്ളത് infinity ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി cot theta again cot 0 എന്ന് പറയുന്നത് not defined ആണ്. cot 30 is √3, cot 45 is 1, cot 60 degree 1/√3 and cot 90 degree 0. ഇനി sec theta അതായത് sec എന്ന് പറയുമ്പോൾ എന്താ 1/cos അല്ലേ. അപ്പൊ sec 0 1, sec 30 2/√3, sec 45 √2, sec 60 2 and last one sec 90 not defined. ഇപ്പൊ നമുക്ക് 1/0 ഒക്കെ വരുമ്പോഴാണ് നമ്മൾ നോട്ട് ഡിഫൈൻഡ് കേസ് ആയിട്ട് എടുക്കുക അല്ലെ. കൊസീക് തീറ്റയുടെ കേസിൽ 1/sin തീറ്റ. അപ്പോൾ അഗെയിൻ കൊസീക് 0 ഡിഗ്രി അതായത് നോട്ട് ഡിഫൈൻഡ് ആണ്, കൊസീക് 30 ഡിഗ്രി 2 ആണ്, കൊസീക് 45 √2, കൊസീക് 60 2/√3 ആൻഡ് ഫൈനലി കൊസീക് 90 1 ആണ്. ഓക്കെ, ഇനി സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബേസിക് ഫംഗ്ഷൻസ് ഇല്ലേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതിന് ഓരോ ക്വാഡ്രന്റ് വൈസും ഡിഫറെന്റ് സൈൻസ് ആണുള്ളത്. ചിലതിൽ പോസിറ്റീവ്, ചിലതിൽ നെഗറ്റീവ്, അങ്ങനെ. അപ്പൊ അത് എന്ത് ബേസ് ചെയ്തിട്ടുള്ള എടുക്കുക എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക. ഇത് എപ്പോഴും അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് ഈ ഒരു കോഡ് യൂസ് ചെയ്യുക. ഇപ്പൊ ASTC ഇപ്പൊ നോർമലി ഞങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്ന ഓൾ സിൽവർ ടീ കപ്സ് എന്ന കോഡായിരുന്നു. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ്. അപ്പൊ ഈ ഓൾ എന്ന് പറയുമ്പോൾ ഓൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. സിൽവർ ഉദ്ദേശിക്കുന്നത് സൈൻ ആണ്, ടി ഉദ്ദേശിക്കുന്നത് ടാൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. കപ്സിൽ സി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കോസ് ആണ്. ക്ലിയർ ആയി? അപ്പൊ ജസ്റ്റ് ഓൾ ഫസ്റ്റ് ക്വാഡ്രന്റ് അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോഡ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എന്താ 0 ഡിഗ്രി ടു 90 ഡിഗ്രി അല്ലെ. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇപ്പൊ 90 ഡിഗ്രി ഞാൻ നേരത്തെ പറഞ്ഞു പൈ ബൈ 2 റേഡിയൻസ്. ഓക്കെ, അപ്പൊ 0 ടു പൈ ബൈ 2 ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ആർ പോസിറ്റീവ്, എല്ലാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പോസിറ്റീവ് ആണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിന്റെ കേസിൽ എസ് എന്ന് പറയുന്നത് സൈൻ. ഇപ്പൊ സൈൻ പറയുമ്പോൾ 1/sin എന്ന് പറഞ്ഞാൽ കൊസീക്. അപ്പൊ സൈൻ ആൻഡ് കൊസീക്കും എന്താണ് പോസിറ്റീവ് ആണ്. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. ദാറ്റ് ഇസ് പൈ ബൈ 2 മുതൽ 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ പൈ ബൈ 2 ടു പൈ വരെ, അതായത് സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മുടെ സൈൻ തീറ്റ ആൻഡ് കൊസീക് തീറ്റ ആർ പോസിറ്റീവ്. ഇനി തേർഡ് ക്വാഡ്രന്റിന്റെ കേസിൽ പൈ 270 എന്ന് പറയുന്നത് 3π/2 ആണ്. ഓക്കെ, ആൻഡ് ഫൈനലി അഗെയിൻ ഇത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കഴിഞ്ഞാൽ 2π ആണ് വരിക. അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ട് വരും. സോ 0 to π/2 ഫസ്റ്റ് ക്വാഡ്രന്റ്, π/2 to π സെക്കൻഡ് ക്വാഡ്രന്റ്. ഇനി നെക്സ്റ്റ് വൺ π to 3π/2 തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ടി എന്ന് പറയുന്നത് ടാൻ ആണ്. ഓക്കെ, ടാനിന്റെ റെസിപ്രോക്കൽ എന്താ കോട്ട്. അപ്പൊ ടാൻ ആൻഡ് കോട്ട് തീറ്റ ആർ പോസിറ്റീവ്. ആ രണ്ട് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. ഇനി ലാസ്റ്റ് വൺ ഫോർത്ത് ക്വാഡ്രന്റിൽ 3π/2 മുതൽ 2π വരെയുള്ള ക്വാഡ്രന്റ്. അതില് കോസ് തീറ്റ, അത് സി അല്ല വരുന്നത്. അപ്പൊ കോസ് തീറ്റ ആൻഡ് റെസിപ്രോക്കൽ ഓഫ് കോസ് എന്താ സീക്. കോസ് തീറ്റ ആൻഡ് സീക് തീറ്റ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഓൾ, പിന്നെ സൈൻ, ടാൻ, കോസ്
ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ്, ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമെയിനും റേഞ്ചും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് സെറ്റ് ഓഫ് വാല്യൂസും പിന്നെ റേഞ്ച് ടൈം ഇന്റർവെലും രണ്ടും കൂടിയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പൊ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കോട്ട് തീറ്റ, സീക് തീറ്റ, കൊസീക് തീറ്റ, ഇതാണ് ബേസിക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെ. ഇപ്പൊ സൈൻ തീറ്റയുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് -∞ to ∞ ആൻഡ് റേഞ്ചസ് -1 + 1. അപ്പൊ നമുക്ക് റേഞ്ച് ടൈം ഇന്റർവെലും തന്നിട്ടുണ്ട്. ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വാല്യൂസ്, ഏതൊക്കെ വാല്യൂസ് ആണ് അത് ആ ഒരു ഫംഗ്ഷന് വരാം അതും തന്നിട്ടുണ്ട്. അപ്പൊ -∞ to ∞, അപ്പൊ ഓൾ, അതായത് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ ഡൊമെയിൻ എന്ന് പറയുന്നത് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്, -∞ to ∞. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1 to +1 ആണ്. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. സോ -1 and 1 ഓൾസോ ഇൻക്ലൂഡഡ്. ഇനി കോസ് തീറ്റയുടെ കേസിൽ അഗെയിൻ സെയിം തന്നെ -∞ to +∞, ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ഡൊമെയിൻ വരുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1, ദാറ്റ് ഈസ് ഓൾ, അതായത് -1 ഉം 1 ഉം ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ ടാൻ തീറ്റ. ടാൻ തീറ്റയുടെ കേസിൽ റിയൽ നമ്പേഴ്സ് വരും, ബട്ട് എക്സ്ക്ലൂഡിംഗ് വൺ വാല്യൂ, ദാറ്റ് ഇസ് 2n + 1 × π/2. നമ്മൾ നേരത്തെ ഗ്രാഫ്സ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സ്പെസിഫിക് കണ്ടീഷൻസ്. അതേപോലെ റിയൽ നമ്പേഴ്സ്, അതായത് ഈ -∞ to ∞ ആണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് മൈനസ്, അതായത് എക്സ്ക്ലൂഡിംഗ് ഈ ഒരു വാല്യൂ, അതായത് 2n + 1 × π/2. ഇതാണ് ഡൊമെയിൻ വരിക. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പൺ ഇന്റർവൽ -∞ to ∞ ആണ്. ഓക്കെ, ഓപ്പൺ ഇന്റർവൽ എന്ന് പറയുമ്പോൾ -∞ ഇൻക്ലൂഡഡ് അല്ല. ഇനി നെക്സ്റ്റ് വൺ കോട്ട് തീറ്റ. കോട്ട് തീറ്റയ്ക്ക് r -nπ ആണ്, ദാറ്റ് ഇസ് ഓൾ റിയൽ നമ്പേഴ്സ് വരും, -∞ to ∞ വരും, പക്ഷെ എക്സ്ക്ലൂഡിംഗ് ഏതാണ്? nπ. nπ എന്ന് പറയുന്ന വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാം റിയൽ നമ്പർ വാല്യൂസും. ഇനി അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അഗെയിൻ ഓപ്പൺ ഇന്റർവൽ -∞ to ∞. Next one, sec theta. Sec theta again all real numbers but -2n + 1 × π/2. നമ്മുടെ tan theta പോലെ തന്നെ 2n + 1 × π/2. ഇനി ഇവിടെ നമുക്ക് റേഞ്ച് വരുന്നത് -∞ -1. ഇത് ശ്രദ്ധിക്കുക, അതായത് സെമി ആണ്, ഫുള്ളി ഓപ്പൺ ഇന്റർവൽ അല്ല, സെമി ഓപ്പൺ ഇന്റർവൽ, അതായത് ഹാഫ് എന്ന് പറയില്ലേ, ഓപ്പൺ ആൻഡ് ക്ലോസും സെമി ആണ്, സെമി ഇന്റർവൽസ് ആണ്. അപ്പൊ ഇവിടെ -∞ to -1 ഉം +1 to +∞. ഓക്കെ, ആ കറസ്പോണ്ടിങ് വാല്യൂസ്. അപ്പൊ ഇവിടെ -1 ഇൻക്ലൂഡഡ്, -∞ എക്സ്ക്ലൂഡഡ്, +1 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ്, +∞ നോട്ട് ഇൻക്ലൂഡഡ്. ആ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇന്റർവൽസിന്റെ കേസിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെമി എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഹാഫ് ആണ്. അപ്പോൾ ഒരു വാല്യൂ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതർ വാല്യൂ എന്ന് പറയുന്നത് എക്സ്ക്ലൂഡഡ് ആണ്. ക്ലിയർ ആയോ? ആൻഡ് r എന്ന് പറയുന്നത് ഡൊമെയിൻ എന്ന് പറയുന്നത് r -2n + 1 × π/2. ഇനി കൊസീക് തീറ്റ എന്ന് പറയുന്നത് r -nπ, റിയൽ നമ്പേഴ്സ്, പക്ഷെ എക്സ്ക്ലൂഡിംഗ് എന്താ? nπ ആണ്. കമ്പയർ ചെയ്ത് പഠിക്കുക, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇനി അഗെയിൻ ഇവിടെ ഇപ്പോൾ സെമി ഇന്റർവൽസ് ആണ് വരുന്നത്, -∞ to -1 യൂണിയൻ +1 to +∞. യൂണിയൻ either this one or this one എന്ന് പറയില്ല, അതേപോലെ തന്നെ. ഓക്കെ, ഇപ്പൊ കോമൺ ആയിട്ടുള്ളതല്ല, നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു ഇന്റർവൽ അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവൽ, അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് യൂണിയൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ റിഡക്ഷൻ ഫോർമുല. റിഡക്ഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ചേഞ്ച് ആവും, അതായത് ഒരു പർട്ടിക്കുലർ ആംഗിൾ, ദാറ്റ് ഈസ് π/2 - α, π/2 + α. നമ്മൾ നേരത്തെ ക്വാഡ്രന്റ് ബേസിസിൽ പറഞ്ഞിട്ടുണ്ടെന്നില്ലേ, ഓൾ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 to π/2, then π/2 to π to 3π/2, again finally 3π/2 to 2π. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 to π/2, second quadrant π/2 to π, third quadrant π to 3π/2, and final last quadrant 3π/2 to 2π. ഇപ്പൊ ക്വാഡ്രന്റ് വൈസ് പറയുമ്പോൾ ഓരോ ഫംഗ്ഷൻസും ഒരു പർട്ടിക്കുലർ ആംഗിൾസിൽ ചേഞ്ച് ആവും, ഫംഗ്ഷൻ ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അതായത് ഫംഗ്ഷൻ ഓർ ആംഗിൾ ഇൻ റേഡിയൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ഇൻ ടേംസ് ഓഫ് π അല്ല തന്നിരിക്കുന്നത്, അപ്പൊ റേഡിയൻസ് ആണ്. π/2 - α, π/2 + α. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാം, π/2 മൈനസ് എന്ന് പറയുമ്പോൾ വിത്തിൻ π/2 ആണ് അല്ലെ, അപ്പൊ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് വരിക. സോ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി π/2 + α വരിക, അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. എഗെയിൻ π - α, π എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലെ, π മൈനസ് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. π + α തേർഡ് ക്വാഡ്രന്റ്. എഗെയിൻ അതേപോലെ 3π/2 - α പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രന്റിലാണ്. ആൻഡ് 3π/2 + α എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ്. ഇനി 2π - α, 2π ഇവിടെയാണ്, 0ന്റെ അവിടെ തന്നെയാണ്. 2π - α വരുമ്പോൾ അഗെയിൻ ഫോർത്ത് ക്വാഡ്രന്റ്, ആൻഡ് 2π + α എന്താ അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ പിന്നെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ് വരിക. ക്ലിയർ ആയോ? ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സൈൻ ഫംഗ്ഷൻ നമ്മൾ സൈൻ ഓഫ് π/2 - α, ഒരു എക്സാമ്പിൾ നോക്കാം.
സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് ആൽഫ. ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ ആക്ച്വലി സൈൻ പൈ ബൈ 2 അല്ല തന്നിരിക്കുന്നത്, സൈൻ ആൽഫ അല്ല തന്നിരിക്കുന്നത്. പകരം എന്താ തന്നിരിക്കുന്നത്? കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് ആൽഫ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കണം ഫംഗ്ഷൻ ചേഞ്ച് ആവോ ഇല്ലയോ. അപ്പൊ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് ആൽഫയില് കോസ് ആൽഫയാണ് വരിക. ക്ലിയർ ആയോ? കോസ് ആൽഫയാണ് വരിക. അപ്പൊ ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ പൈ ബൈ 2 മൈനസ് എന്ന് വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ആവും. സൈൻ എന്നുള്ളത് എന്താവും? കോസ് ആയിട്ട് മാറും. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സൈൻ ചേഞ്ച്, അതായത് പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ സൈനിന്റെ നമ്മൾ നോക്കുക, അതായത് പൈ ബൈ 2 മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാ ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. സോ ഇവിടെ ഫംഗ്ഷൻ മാത്രമേ ചേഞ്ച് ആവുള്ളൂ, സൈൻ ചേഞ്ച് ആവില്ല. ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ഇപ്പൊ ആദ്യം കൺസിഡർ ചെയ്യുന്നത് പൈ ബൈ 2 മൈനസ് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് ആൽഫ. ഈ ഒരു ഫംഗ്ഷൻ എടുത്തു. ഈ ഒരു ഫംഗ്ഷന്റെ കേസിൽ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ചേഞ്ച് ആവും. ദാറ്റ് ഇസ് കോസ് ആൽഫയാണ് വരിക. ക്ലിയർ ആയി? സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് ആൽഫനെ കോസ് ആൽഫ ആയിട്ട് ഒരു ചേഞ്ച് ആവും. പക്ഷെ സൈനിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, പ്ലസ് മൈനസ് അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ നോക്കാൻ നമ്മൾ ആദ്യം ഏത് ഫംഗ്ഷൻ ആണ് മാറ്റുന്നത്? സൈൻ ഫംഗ്ഷൻ ആണ് ഇനീഷ്യൽ ഫംഗ്ഷൻ അല്ലെ. ആ ഫംഗ്ഷൻ നമുക്കിപ്പോ പൈ ബൈ 2 മൈനസ് ആൽഫ ഏതാ ക്വാഡ്രന്റ് ചെക്ക് ചെയ്യാം. പൈ ബൈ 2 മൈനസ് ആൽഫ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. പൈ ബൈ 2 മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ സൈൻ അവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. സോ അത് കാരണം കോസ് ആൽഫയും പോസിറ്റീവ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. നെക്സ്റ്റ് കേസിൽ സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് ആൽഫ നോക്കാം. സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് ആൽഫ. പൈ ബൈ 2 പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ കോസ് ആൽഫയാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് ആൽഫ. അപ്പൊ പൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ കോസ് ആയിട്ട് എഴുതാം. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് റോ നോക്കിയാലും അറിയാം, കോസ് ഫംഗ്ഷന്റെ കേസിലും സെയിം ആണ്. അതായത് കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് ആൽഫയില് കോസ് എന്നുള്ളത് സൈൻ ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതേപോലെ തന്നെ പൈ ബൈ 2 പ്ലസ് ആൽഫയിലും കോസ് സൈൻ ആവുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് സൈൻ ചേഞ്ച് ആണ്, പ്ലസും മൈനസും ചേഞ്ചസ് ആണ്. അപ്പോൾ ഇപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ മനസ്സിലായല്ലോ. സൈന് കോസ് ആവുന്നത് പൈ ബൈ 2 പ്ലസ് ആയാലും മൈനസ് ആയാലും സൈൻ കോസ് ആവും, കോസ് സൈനും. ഇനി പ്ലസ് ഓർ മൈനസിന്റെ കേസിൽ ഇവിടെ ഇപ്പോ സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് ആൽഫയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് കോസ് തീറ്റ അല്ല, കോസ് ആൽഫയാണ്. ആൽഫ ആയാലും തീറ്റ ആയാലും ഏതാ നൊട്ടേഷൻ യൂസ് ചെയ്യണം അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ പ്ലസ് കോസ് ആൽഫയാണ് തന്നിരിക്കുന്നത്. അതെങ്ങനെയാ പ്ലസ് വന്നേന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിൾ എന്താ? പൈ ബൈ 2 പ്ലസ് ആൽഫയാണ് അല്ലെ. പൈ ബൈ 2 പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് വരിക? പൈ ബൈ 2 പ്ലസ് ആൽഫ ഇസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെ. അപ്പൊ ഈ ഒരു ക്വാഡ്രന്റിലാണ് പൈ ബൈ 2 പ്ലസ് ആൽഫ ഉള്ളത്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അവിടെ നമ്മൾ ഏത് ഫംഗ്ഷൻ ആണ് ആദ്യം കൺസിഡർ ചെയ്തത്? സൈൻ ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ഫംഗ്ഷന്റെ നമുക്ക് സൈൻ നോക്കാം, അതായത് പ്ലസ് ആണ് മൈനസ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. അത് കാരണം നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതുന്ന ആ ഒരു ഫംഗ്ഷനില്ലേ കോസ് ആൽഫ, അതും പ്ലസ് ആയിട്ട് എഴുതുക. ക്ലിയർ ആയല്ലോ? ഇനി ഒരെണ്ണം കൂടി ജസ്റ്റ് ഇപ്പൊ നെക്സ്റ്റ് കേസിലാണെങ്കിൽ കോസ് ഓഫ് ഇതേ ക്വാഡ്രന്റിന് എടുക്കാം. കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് ആൽഫ എടുക്കാം. ഇപ്പൊ കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് ആൽഫ ആണെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ സൈൻ ആണ് പറഞ്ഞത്, ഇപ്പൊ കോസ് ആണ് പറയുന്നത്. സെയിം ക്വാഡ്രന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൈ ബൈ 2 പ്ലസ് ആൽഫ പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റില് കോസ് നമുക്ക് അറിയാം പൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് ആയാലും കോസിനെ നമുക്ക് എന്തായിട്ട് എഴുതണം? സൈൻ ആയിട്ട് എഴുതണം. അപ്പൊ സൈൻ ആൽഫ എന്ന് എഴുതി. പക്ഷെ ഇവിടെ സൈൻ നോക്കുക, പ്ലസ് ആണോ മൈനസ് ആണോ വരിക? എങ്ങനെയാ നോക്കുക? കോസ് ഫംഗ്ഷൻ അല്ല നമ്മൾ ചേഞ്ച് ചെയ്യണം. കോസ് ഫംഗ്ഷന്റെ സൈൻ നോക്കുക സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഓൾ സിൽവർ, അതായത് സെക്കൻഡില് എസ് സൈനും പിന്നെ നമുക്ക് കൊസീക്കും അത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. സോ കോസ് നെഗറ്റീവ് അല്ലേ, അതിന്റെ അർത്ഥം നമ്മൾ എഴുതുന്ന സൈൻ ആൽഫയ്ക്ക് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ്. അപ്പൊ നമ്മൾ ആദ്യം ഏത് ക്വാഡ്രന്റ് ആണ് ആംഗിൾ നോക്കുക, ഏത് ക്വാഡ്രന്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷന്റെ സൈനും കൂടി കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചേഞ്ച് വരുന്നുണ്ടോ? പൈ ബൈ 2 ആണെങ്കിൽ പ്ലസോ മൈനസോ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ മാറും. പിന്നെ അത് മാത്രമല്ല പ്ലസ് ഓർ മൈനസിന് എങ്ങനെയാ ബേസ് ചെയ്തിട്ട് അറിയാം?
ക്വാഡ്രന്റ് വൈസ് ചെക്ക് ചെയ്യുക, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷന്റെ സൈൻസ് ചെക്ക് ചെയ്യുക, അതനുസരിച്ചാണ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ സൈൻ എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇതുപോലെ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പൊ ഫംഗ്ഷൻ ചേഞ്ചസ് വരുന്നത് ഇപ്പൊ പൈയുടെ കേസിലാണെങ്കിൽ π/2 ആണെങ്കിൽ ഞാൻ പറഞ്ഞു പ്ലസ് ഓർ മൈനസ് ആണെങ്കിലും ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. സൈൻ കോസ് ആവുന്നുണ്ട്, കോസ് സൈൻ ആവുന്നുണ്ട്. മൈനസ് ഓർ പ്ലസ് വരണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ ആ പർട്ടിക്കുലർ ക്വാഡ്രന്റിൽ എങ്ങനെയാണ് നോക്കുക. ഇനി പൈ മൈനസ് ആൽഫയും പൈ പ്ലസ് ആൽഫ ആണെങ്കിലോ അവിടെ ഫംഗ്ഷൻ ചേഞ്ച് ആവില്ല, നമ്മൾ സെയിം തന്നെയാണ്. അതായത് സൈൻ ആണെങ്കിൽ സൈൻ തന്നെ, കോസ് ആണെങ്കിൽ കോസ് തന്നെ, ടാൻ കോട്ട് അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ സൈൻ ചേഞ്ചസ് മാത്രം ശ്രദ്ധിക്കാം. ഓക്കെ. ഇനി 3π/2 മൈനസോ പ്ലസോ ആണെങ്കിൽ എഗെയിൻ ഇതേപോലെ സൈൻ കോസാവും, കോസ് സൈനും, കോട്ട് ടാനും, ടാൻ കോട്ടാവും. ക്ലിയർ ആയോ? അപ്പൊ ഈ π/2 ടേംസ് വരുമ്പോഴാണ് പൈയോ 2π ഒക്കെ വന്നു കഴിഞ്ഞാൽ സെയിം ഫംഗ്ഷൻ തന്നെ ഇതും പ്ലസ് ഓർ മൈനസ് ക്വാഡ്രന്റ് വൈസ് ബേസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് വൺ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ജസ്റ്റ് രണ്ട് നമ്പേഴ്സിന്റെ സം ഓർ ഡിഫറൻസിൽ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യണമെങ്കിൽ, അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി. ഓക്കെ, എ ആൻഡ് ബി രണ്ട് നമ്പേഴ്സ് ആണ്. അപ്പൊ സൈൻ ഓഫ് എ പ്ലസ് ബി ആ ഫംഗ്ഷൻ എങ്ങനെയാ വരിക? അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോർമുലയാണ് അറിഞ്ഞിരിക്കുക. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ സൈൻ ഓഫ് എ പ്ലസ് ബിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അതേപോലെ സൈൻ ഓഫ് എ മൈനസ് ബി ആണെങ്കിലോ ഇവിടെ ജസ്റ്റ് ആ ഒരു പ്ലസ് എന്നുള്ളത് മൈനസ് ആവും, ബാക്കിയെല്ലാം സെയിം. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇനി നെക്സ്റ്റ് വൺ അതേപോലെ കോസ് ഓഫ് എ പ്ലസ് ബി എന്നുള്ളത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ശ്രദ്ധിക്കണം, സൈൻ ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബിയില് ഒരു സൈനും ഒരു കോസും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നത്. പക്ഷെ കോസ് ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബിയില് നമ്മൾ രണ്ടും കോസ് ആണ് ഫംഗ്ഷൻസ് വരുന്നത്, പിന്നെ പ്ലസും മൈനസും ചേഞ്ച് ആവും. അത് കെയർഫുൾ ആയിരിക്കാം. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. അതായത് കോസ് ഓഫ് എ പ്ലസ് ബിയില് മൈനസ് വരുന്നുണ്ട്, അത് തെറ്റിക്കരുത്. കോസ് ഓഫ് എ പ്ലസ് ബിയില് ഇവിടെ മൈനസ് ആണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല രണ്ടും കോസ് ഫംഗ്ഷൻസ് ആണ്, ലാസ്റ്റ് വൺ ആണ് രണ്ടും സൈൻ ഫംഗ്ഷൻസ്. അതേപോലെ കോസ് ഓഫ് എ മൈനസ് ബി ആകുമ്പോൾ ഇവിടെ പ്ലസ് വരും. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇനി ടാൻ ഓഫ് എ പ്ലസ് ബി, ടാൻ ഓഫ് എ പ്ലസ് ബിനെ എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ പ്ലസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ മൈനസ് ആണ്. ടാൻ എ പ്ലസ് ടാൻ ബി ആണ് ന്യൂമറേറ്ററിൽ, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഓക്കെ. ഇനി ടാൻ ഓഫ് എ മൈനസ് ബി ആണെങ്കിലോ ടാൻ എ മൈനസ് ടാൻ ബി, അതായത് ഈ സെയിം സൈൻ തന്നെ ന്യൂമറേറ്ററിൽ വരും, ബട്ട് ഓപ്പോസിറ്റ് സൈൻ ആണ് ഡിനോമിനേറ്ററിൽ വരിക. അപ്പൊ ടാൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഓക്കെ, ബാക്കി ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.